ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തമെന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ കണ്ടിരുന്നു. രണ്ടാം നിലയിലെ മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോൾ തത്സമയം ആശുപത്രിയിൽ നിന്ന് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. രഘു, ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണോ? എങ്ങനെയാ നിലവിലത്തെ സാഹചര്യം? എങ്ങനെയാ? പക്ഷേ തീ നിയന്ത്രണ വിധേയമായി 3 യൂണിറ്റ് ഫയർഫോഴ്സ് 1 മണിക്കൂറിലധികം ശ്രമപ്പെട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ ആശുപത്രിയുടെ 3-ാം നിലയിലുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന ടിൻഷീറ്റ് അടിച്ച ആ ഭാഗത്തായിരുന്നു മരുന്നുകൾ സൂക്ഷിച്ചിരുന്നത്. രാവിലെ 10:10 ആ ഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ടത്. ഈ മരുന്ന് സൂക്ഷിച്ചത് കൊണ്ട് തന്നെ AC ഉണ്ടായിരുന്നു. ആ AC-യുടെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. ആശുപത്രിയിൽ ആ സമയത്ത് 200ഓളം OP ടിക്കറ്റ് ഉള്ള രോഗികൾ, OPയിലേക്കുള്ള രോഗികൾ ഉണ്ടായിരുന്നു. 10ഓളം ഗർഭിണികൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡയാലിസിസ് രോഗികളുമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും നാട്ടുകാരും ഒക്കെ ഇടപെട്ട് വളരെ വേഗതയിൽ തന്നെ മാറ്റി എന്നുള്ളത് കൊണ്ട് വളരെ ഒരു വേഗത്തിൽ തന്നെ മാറ്റിയതുകൊണ്ട് അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ല. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. ചേട്ടാ, ഇവിടുത്തെ ഓട്ടോക്കാരനാണോ? എപ്പോഴാണ് ഈ തീ ഉണ്ടായത്? ടൈമിന് ഓർക്കുന്നില്ല. ഇവിടെ ചേട്ടൻ വന്ന് തീ പിടിച്ച് പെട്ടെന്ന് ഇത് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓടിച്ച് നോക്കിയപ്പോഴും ഇവർ അങ്ങോട്ട് എടുക്കേണ്ട, എന്തെങ്കിലും പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി താഴത്തോട്ട് പോകുമ്പോൾ പേഷ്യൻറ്റിനെ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2-3 ഓട്ടോക്കാരായിട്ട് വന്നിട്ട് ഡയാലിസിനെ മാറ്റി. പിന്നെ ഒരു ഗർഭിണിയുള്ള ഒരു ചേച്ചിനെ ഉണ്ടായിരുന്നു. അതിലെല്ലാവരും ആംബുലൻസിലോട്ട് കയറ്റി വിട്ടത്. ഒന്ന് പേടിച്ചു പോയായിരിക്കും അല്ലേ? തീ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് പേടിച്ചു പോയായിരുന്നു. രോഗികളെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എല്ലാവരും സേഫാണ്. എല്ലാവരെയും ചേർത്തല ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. എപ്പോഴത്തേക്ക് ഈ ഫയർഫോഴ്സ് വന്നേ? ഫയർഫോഴ്സ് ഒരു 10-15 തന്നെ പെട്ടെന്ന് എത്തിയത്. ഫയർഫോഴ്സ് ഞങ്ങൾ പേഷ്യൻ്റൊക്കെ എല്ലാവരും മാറ്റിയായിരുന്നു. കാരണം ഞങ്ങളൊരു 5-6 പേര് ഓട്ടോക്കാരൊക്കെ ഉള്ളായിരുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തിയായിരുന്നു. എല്ലാവരും നല്ലവണ്ണം സഹകരിച്ചത് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നീക്കാനായിട്ട് പറ്റി. തീയോട്ട് താഴോട്ട് വന്നില്ല. അതിനേക്കാൾ ഇപ്പം തന്നെ അത് തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് തന്നെ ജനങ്ങളും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസുകാരും രാഷ്ട്രീയ രംഗത്തെ എല്ലാ പ്രമുഖ പാർട്ടികളും എല്ലാവരും ഇതിനോട് സഹകരിച്ചുകൊണ്ട് അത് നിയന്ത്രണമായി. കാരണം ഈ അപകടമുണ്ടായ ഉടൻ തന്നെ തൊട്ടടുത്താണ് ഓട്ടോ സ്റ്റാൻഡ്. അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരൊക്കെ വളരെ വേഗതയിലെത്തി. എന്ന് മാത്രമല്ല, നാട്ടുകാരെല്ലാം ചേർന്ന് അപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് 10 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സും എത്തി. എല്ലാവരുടെയും ഒരു വലിയ സഹകരണം കൊണ്ട് വളരെ വേഗത്തിൽ തീ അണയ്ക്കാൻ വേണ്ടി സാധിച്ചു. കാരണം ഈ മരുന്നായതുകൊണ്ട് ഈ സാനിറ്റൈസർ അടക്കമുള്ള വസ്തുക്കളുണ്ട്. അതൊക്കെ പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് ആളുകളോട് പറഞ്ഞിരുന്നു അകത്തേക്കൊന്നും പോകരുത്, പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള മരുന്നുകൾ തന്നെ ഈ സ്പിരിറ്റൊക്കെ ചേർന്ന മരുന്നുകളൊക്കെ ഉള്ളത്, അതൊക്കെ പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആശുപത്രി സൂപ്രണ്ട് അടുത്തുണ്ട്, അദ്ദേഹത്തിൻ്റെയും കൂടെ പ്രതികരണം തേടാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഈ വളരെ ഒരു ചേർത്തല ദേശീയപാതയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ ആശുപത്രി ഉള്ളത്. ദേശീയപാതയുടെ 4 വരി ഇവിടെ നിന്നാണ് ഉയരപ്പാത നിർമ്മാണം ആരംഭിക്കുന്നത്. ആ ഉയരപ്പാത നിർമ്മാണം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഗതാഗതക്കുറിച്ച് സ്വാഭാവികമായിട്ട് തന്നെ അവിടെ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും ഈ അപകടം കാരണവും ചെറിയ രീതിയിലുള്ള അപ്പോൾ ആശുപത്രി സൂപ്രണ്ട് സാറേ, തീ ഇപ്പം നിയന്ത്രണ വിധേയമാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെയൊക്കെ എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത്? രോഗികളെ ഡയാലിസിസ് രോഗികളെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലോട്ടും ആലപ്പുഴ ജില്ലാ ആശുപത്രിയിലോട്ടായിട്ട് മാറ്റിയിരിക്കുന്നത്. നമ്മുടെ ഗോഡൌണിനാണോ തീ പിടിച്ചത്? അതെ, മരുന്ന് ഉപയോഗിക്കുന്ന മെയിൻ സ്റ്റോറിനാണ് തീ പിടിച്ചിരിക്കുന്നത്. വേറെ അപകടമൊന്നും തന്നെ ഇല്ല. ഫയർഫോഴ്സ് കൃത്യസമയത്ത് തന്നെ എത്തി തീ അണച്ചു. മരുന്നുകളൊക്കെ നശിച്ചു പോയി. പക്ഷെ മറ്റു അപകടങ്ങളൊന്നും തന്നെയില്ല. തീ മറ്റൊരിടത്തും വ്യാപിച്ചുമില്ല. 1 കോടി അടുത്തുള്ള മരുന്നുകൾ എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അങ്ങനെയാണ്. ആ സമയത്ത് ഒരു 250 രോഗികളെല്ലാം കൂടി ഉണ്ടായിരുന്നല്ലോ, OP എല്ലാം കൂടി അത്ര പേര്. അവർ OP പേഷ്യൻസിനൊക്കെ അപ്പം തന്നെ മാറ്റി. ഉടൻ തന്നെ ഡയാലിസിസ് പേഷ്യൻസിനെയും ലേബർ റൂമിലുള്ള പേഷ്യൻസിനെയും വാർഡിലെ പേഷ്യൻസിനെ അപ്പം തന്നെ ഇവാക്യുവേറ്റ് ചെയ്യും. 3-ാം നിലയിൽ ഈ ഗോഡൌൺ മാത്രമേ ഉള്ളൂ? ഗോഡൌണും RO പ്ലാന്റുകളൊക്കെ മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ രോഗികളൊന്നും ഇല്ല. അതായത് ഈ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് നമുക്ക്